നമസ്കാരം. ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സത്യരാജ്. ആദ്യം പ്രധാന വാർത്തകൾ. വെട്ടിത്തിട്ടയിൽ 16-കാരി മരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. നിരവധി പീഡനക്കേസിലെ പ്രതി ജംബുലി ബിജു വീണ്ടും പീഡന ശ്രമക്കേസിൽ പിടിയിലായത് 62-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ. പരാധീനതകൾ ഒഴിയാതെ അഞ്ചൽ കാലിച്ചന്ത. വ്യാപാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൌകര്യമില്ല. വാർത്തകൾ വിശദമായി. വെട്ടിത്തിട്ടയിൽ 16-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത കഴിയുന്നില്ല. കഴിഞ്ഞ മാസം 29-നാണ് വെട്ടിത്തിട്ട സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനിയെ വീടിന് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെട്ടിത്തിട്ട നല്ലകുളം പരമൂട്ടിൽ വീട്ടിൽ ബിജു തോമസ് ബീന ദമ്പതികളുടെ മകൾ റിംസി ബിജു എന്ന 16-കാരിയാണ് കഴിഞ്ഞ മാസം 29-ന് വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ മരണത്തിലെ ദുരൂഹത ഇനിയും ഒഴിവാക്കാനായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിൽ കയർമുറിയാണ് മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചിരുന്നു. മുറിയുടെ വാതിൽ തുറന്നുകിടന്നതും പെൺകുട്ടി ധരിച്ചിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടതും കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പെൺകുട്ടിയുടെ വീട്ടിൽ അടുത്ത ദിവസങ്ങളിൽ പരിശോധനയ്ക്കെത്തും. സംഭവ ദിവസം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗം അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കളടക്കം നിരവധി ആളുകളെ പോലീസ് ഇതിനോടകം ചോദ്യം ചെയ്തു. ലൈവ് വാർത്ത, പുനലൂർ. എന്നാൽ പെൺകുട്ടി മരിച്ച സംഭവത്തിലെ ദുരൂഹത ഒഴിവാക്കാൻ പോലീസിന് കഴിയുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കുന്നു. പിറവന്തൂർ പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ വെട്ടിത്തിട്ടയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പെൺകുട്ടി മരിച്ച് 11 ദിവസം പിന്നിട്ടിട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെട്ടിത്തിട്ടയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. സമരത്തിന് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ CDS പ്രവർത്തകർ നേതൃത്വം നൽകി. ബുധനാഴ്ച വെട്ടിത്തിട്ടയിൽ നടന്ന പ്രതിഷേധ പ്രകടനം അലിമുക്കിലെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച് ടൌൺ ചുറ്റി വെട്ടിത്തിട്ട ജംഗ്ഷനിൽ സമാപിച്ചു. അവിടെ ശരിയായിട്ടാ നല്ല കാഴ്ചയാണ്. തുടർന്ന് നടന്ന യോഗത്തിൽ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല അധ്യക്ഷയായി. യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം S വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ രക്ഷകർത്താക്കളും അമ്മമാരും പിതാക്കന്മാരും കുഞ്ഞുങ്ങളും എല്ലാം ഈ സംഭവങ്ങൾ ദൈനംദിനം വീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്താണ് നടന്നത് എന്നുള്ളത്. ഇനി ഒരിക്കലും ആവർത്തിക്കരുത്. അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കൊലപാതകമാണെങ്കിൽ അതിന്റെ പ്രതികളെ പിടിക്കപ്പെടണം. ദാരുണമായി അന്ത്യം അഥവാ അല്ല ആത്മഹത്യയാണെങ്കിൽ ഇനി നമ്മുടെ ഒരു കുഞ്ഞുങ്ങളും അങ്ങനെ ചെയ്യാതിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും സംഘടിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പോറ്റി വളർത്തുന്നത് ഇതിനു വേണ്ടിയല്ല എന്നൊരു ചിന്ത ആ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കൂടിയാണ് ഇത്തരം ഒരു കൂട്ടം സംഘടിപ്പിക്കാൻ പറഞ്ഞല്ലോ. ഇതിന്റെ മുൻവിധിയോടെയല്ല. ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് മുൻവിധി പറയാനോ
ശാസ്ത്രീയമായി പറയാനോ ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ ആവേണ്ട കാര്യമില്ല, ഞാൻ കയ്യെത്തുമില്ല. അത് പറയാൻ നമ്മുടെ കേരളത്തിലെ പോലീസാണ്. ആ പോലീസ് സമഗ്രമായി ഇത് അന്വേഷിച്ച് ഇതിന്റെ സത്യസ്ഥിതി ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ബാധ്യത, ഉത്തരവാദിത്തം അവർ നിർവഹിക്കണമെന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പലരെയും ജോലി ചെയ്യുന്നുണ്ട്, സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആരെയും വിളിച്ചു അവകാശമുണ്ട്, ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യലിലൂടെ നിശ്ചയമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധമായ ദുരൂഹതകളും അവസാനിപ്പിക്കാൻ 12 ദിവസക്കാലം കഴിഞ്ഞു. ഈ 12 ദിവസക്കാലത്തിനിടയിൽ സമർത്ഥരായ ഇത്രത്തോളം പോലീസ് സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലെ കാര്യങ്ങൾ പോകേണ്ടതുണ്ടോ എന്നൊരു സംശയം പറഞ്ഞു വരികയാണ്. മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സൂസൻ കോടി, പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീഷ്, പിറവന്തൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ്, കുടുംബശ്രീ ചെയർപേഴ്സൺ ചന്ദ്രിക രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിൽ 100 കണക്കിന് കുടുംബശ്രീ CDS പ്രവർത്തകർ പങ്കുകൊണ്ടു. ലൈവ് വാർത്ത, പുനലൂർ. പിറവന്തൂരിൽ പെൺകുട്ടി മരിച്ച സംഭവത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് CPI പത്തനാപുരം മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ ഈ മാസം 19-ന് മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം CA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വളരെ സമൃദ്ധയായ വിദ്യാർത്ഥിനിയാണ്. ആ കൊലപാതകമാണെങ്കിലും മറ്റേതെങ്കിലും സാഹചര്യമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളെ സംബന്ധിച്ചും ഈ വിഷയം ഗൗരവമായി പോലീസ് അധികാരികൾ എടുക്കുകയും അതിൻ്റെ വസ്തുത എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്തനാപുരം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഈ വിഷയം മുൻനിർത്തി CPIയുടെയും കേരള മഹിളാ സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ 19-ാം തീയതി ആഗസ്റ്റ് മാസത്തിൽ പോലീസ് പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന പോലീസ് ഏരിയ എന്ന് പറയുന്നത് പുനലൂരാണ്. എന്നാൽ പത്തനാപുരം അസംബ്ലി മണ്ഡലത്തിലെ ഒരു സംഭവം എന്നുള്ള നിലയിൽ പോലീസ്, അത് പുനലൂരെ പോലീസാണെങ്കിലും എവിടുത്തെ പോലീസാണെങ്കിലും പോലീസാണ് ഈ വിഷയത്തിൽ ഉത്തരവാദികളെ പുറത്തു കൊണ്ടുവരേണ്ടത് എന്ന തരത്തിലാണ് പത്തനാപുരം CA ഓഫീസ് തന്നെ മാർച്ചിന്റെ കേന്ദ്രമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ, CPI ജില്ലാ കൌൺസിൽ അംഗം K വാസുദേവൻ, മഹിളാ സംഘം നേതാവും പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ PS ശശികല, വന്മള വാർഡ് മെമ്പർ സുജാത, VG ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത, പത്തനാപുരം. ഇളമ്പൽ കോട്ടവട്ടം പാതയോരത്ത് മാലിന്യ നിക്ഷേപം പെരുകുന്നു. പാതയോരത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്. അറവ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇളമ്പൽ കോട്ടവട്ടം പാതയോരത്ത് നിക്ഷേപിക്കുന്നത്. വിവിധ പകർച്ചപ്പനികളുടെ പിടിയിൽ നിന്നും നാട് മോചിതമാകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള മാലിന്യ നിക്ഷേപം വൻ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നു. കാൽനടയാത്രികർക്ക് മൂക്കുപൊത്താതെ ഇതുവഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇറച്ചിക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളും മറ്റും കാക്കകൾ സമീപത്തെ കിണറുകളിലും ജലസ്രോതസ്സുകളിലും നിക്ഷേപിക്കുന്നതും പതിവാകുന്നുണ്ട്. മാലിന്യ നിക്ഷേപകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മേലില, വെട്ടിക്കവല പഞ്ചായത്തുകളുടെ അതിർത്തി ഭാഗത്താണ് മാലിന്യ നിക്ഷേപം ഏറെയും. എന്നാൽ ജനപ്രതിനിധികളോ പഞ്ചായത്ത് അധികൃതരോ പൊതുപ്രവർത്തകരോ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. രാത്രികാലങ്ങളിലുള്ള മാലിന്യ നിക്ഷേപം തടയുന്നതിനായി പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാകുന്നു. മാലിന്യങ്ങൾ ഇടാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി, പക്ഷെ ആരും തന്നെ നടപടി കൈക്കൊള്ളാനോ അല്ലെങ്കിൽ ഒന്നിനും തന്നെ ആരും വരുന്നില്ല. ഇവിടുത്തെ ജനപ്രതിനിധികളായാലും അതുപോലെ തന്നെ ബാക്കിയുള്ളവരാരും ഇതിനകത്തൊരു ഇടപെടൽ നടത്തുന്നില്ല. ഇവിടെ ഇപ്പോൾ തന്നെ ഒച്ചിൻ്റെ ശല്യം ഒരുപാട് തന്നെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ മാലിന്യ പ്രശ്നം കാര്യങ്ങൾ കാരണം ഇപ്പം ആൾക്കാർക്ക് ഇതുവഴി പോകാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. അത്രയ്ക്കും സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇറച്ചിയുടെ വേസ്റ്റ് ഉൾപ്പെടെയാണ് തരുന്നത്. അതിനൊക്കെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് തവണ പരാതിപ്പെട്ടതാണ്, പക്ഷേ നടപടിയൊന്നും ആരും എടുക്കുന്നതുമില്ല, ഒന്നും കാണുന്നുമില്ല. പിന്നെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളാണ് കൊണ്ട് തള്ളുന്നത്. ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിൽ വളരെ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക്. കാലാകാലങ്ങളായിട്ട് നമ്മൾ അധികാരികൾക്കും പരാതി കൊടുക്കുകയും അതുപോലെ പത്രമാധ്യമങ്ങളിൽ ഇത് വാർത്തയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിന് വേണ്ടത്ര ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ലൈവ് വാർത്ത, കുന്നിക്കോട്. പുനലൂർ MLA റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന സമാന്തര പാതയാണ് അധികൃതരുടെ അനാസ്ഥയാൽ സഞ്ചാരയോഗ്യമല്ലാതാക്കുന്നത്. പുനലൂർ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകാവുന്ന റോഡാണ് പുനലൂർ MLA റോഡ്. എന്നാൽ അധികൃതരുടെ അനാസ്ഥയാൽ ഈ സമാന്തര റോഡ് ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 25 വർഷം മുമ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി MLA ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് MLA റോഡ് നിർമ്മിച്ചത്. എന്നാൽ അടിക്കടി ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ മൂലം റോഡിന്റെ അവസ്ഥ ഏറെ ദയനീയമായി.
റോഡിന്റെ ഭൂരിഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ്. റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ അധികൃതർ ഇതൊന്നും കണ്ട മട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കൂടി പെയ്തതോടെ റോഡ് പൂർണ്ണമായും ചെളിക്കുണ്ടായി. കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് റോഡ്. പലതവണ ആവശ്യപ്പെട്ടിട്ടും റോഡ് നവീകരിക്കാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. നിരവധി പീഡനക്കേസിലെ പ്രതി ജംബുലി ബിജു പീഡനശ്രമ കേസിൽ വീണ്ടും പോലീസ് പിടിയിലായി. അഞ്ചൽ വടമൺ സ്വദേശിനിയായ 62-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ ജംബുലി പിടിയിലായത്. നിരവധി പീഡനക്കേസുകളിൽ പ്രതിയാണ് ജംബുലി ബിജു എന്നറിയപ്പെടുന്ന അഞ്ചൽ വടമൺ മഞ്ജുവിലാസത്തിൽ ബിജു. സമീപവാസിയായ 62-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ ബിജു അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുനലൂർ ഡിവൈഎസ്പി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശാനുസരണം അഞ്ചൽ സിഐ എ അഭിലാഷിന്റെ നേതൃത്വത്തിൽ ബിജുവിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പീഡനക്കേസിൽ ശിക്ഷ കഴിഞ്ഞ് അടുത്തിടെയാണ് ബിജു ജയിൽ മോചിതനായത്. അഡീഷണൽ എസ്ഐ അബ്ദുൾ ഖാദർ, ജൂനിയർ എസ്ഐ സജു, ASI സന്തോഷ്, സിവിൽ പോലീസ് ഓഫീസർ ദീപക് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബിജുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലൈവ് വാർത്ത, അഞ്ചൽ. ആര്യങ്കാവ് ഗിരിജൻ കോളനിയിൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ 2016-17 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആര്യങ്കാവ് ക്ഷേത്രം വാർഡിലെ ഗിരിജൻ കോളനിയിൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായത്. 4 ലക്ഷം രൂപയാണ് പദ്ധതി ചിലവ്. 27 ഗിരിജൻ കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിത നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയമ്മ ലക്ഷ്മണൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനു മാത്യു, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മത്തായി തോമസ്, ലോക്കൽ കമ്മിറ്റി അംഗം പുന്നലരാജ് എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത, ആര്യങ്കാവ്. അസൌകര്യങ്ങളുടെ തീരാക്കയത്തിൽ നിന്നും അഞ്ചൽ കാലിച്ചന്തയ്ക്ക് മോചനമില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇടമില്ലാതെ വലയുകയാണ് ഇവിടെ എത്തുന്ന വ്യാപാരികൾ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാനും പുനലൂർ താലൂക്കിലെ ഏറ്റവും വലിയ കന്നുകാലിച്ചന്ത എന്ന അവകാശവാദം ഉന്നയിക്കാനും അഞ്ചൽ കന്നുകാലിച്ചന്തയ്ക്ക് കഴിയും. എന്നാൽ ഈ പേരും പെരുമയും കൊണ്ട് കന്നുകാലിച്ചന്തയിലെത്തുന്ന ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. കാരണം വ്യാപാരികൾക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കുന്നതിനോ മഴ പെയ്താൽ കയറി നിൽക്കുന്നതിനോ കാലിച്ചന്തയിൽ സ്ഥലമില്ല. മഴ പെയ്താൽ കാലികളെ പോലെ കച്ചവടക്കാർക്കും നനയാം. കാലികൾക്കോ മനുഷ്യർക്കോ ദാഹജലം നൽകുന്നതിന് ജലസ്രോതസ്സുകളോ പൈപ്പ് ലൈനുകളോ ഇല്ല. കണ്ടാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഏതോ ലോകമെന്ന് തോന്നിപ്പിക്കുവാൻ ഈ കന്നുകാലി ചന്തയ്ക്ക് സാധിക്കും. പരിഷ്കാരത്തിന്റെയും വികസനത്തിന്റെയും കഥ പറയുന്ന അധികാരികൾ മറന്നുപോയതാണെങ്കിൽ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രം ലൈവ് വാർത്ത വീണ്ടും കാലിച്ചന്തയുടെ അവസ്ഥ ഓർമ്മിപ്പിക്കുകയാണ്. ലൈവ് വാർത്ത, അഞ്ചൽ. പുനലൂർ ചെമ്മന്തൂർ ഹൈസ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പാഠ്യേതര വിഷയങ്ങളിലായി വിവിധ ക്ലബ്ബുകൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി പ്രവർത്തിക്കും. പാഠ്യേതര വിഷയങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ അഭിരുചികൾ വളർത്തിയെടുക്കുന്നതിനായാണ് വിവിധ ക്ലബ്ബുകൾ ചെമ്മന്തൂർ ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്നത്. ക്ലബ്ബുകളുടെ ഉദ്ഘാടനം വാളകം RVV ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ വാളകം രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ജോസ് പാപ്പച്ചൻ അധ്യക്ഷനായി. ഹെഡ്മിസ്ട്രസ് ഗീതാമണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അധ്യാപികയായ എലിസബത്ത് ചാക്കോ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഷിജു K ജോർജ് എന്നിവർ വിശദീകരിച്ചു. G ശ്രീദേവി നന്ദി പറഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെട്ടിത്തിട്ടയിൽ 16-കാരി മരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. നിരവധി പീഡനക്കേസിലെ പ്രതി ജംബുലി ബിജു വീണ്ടും പീഡന ശ്രമക്കേസിൽ പിടിയിലായത് 62-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ. പരാധീനതകൾ ഒഴിയാതെ അഞ്ചൽ കാലിച്ചന്ത. വ്യാപാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൌകര്യമില്ല. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സന്ദർശിക്കുക livevarta.com. നമസ്കാരം.